Dubai, Abu Dhabi. UAE! Happy New Year! Thank you so much, Robin. ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. Like you such a gem. സെൽഫി എടുക്കുന്ന അവസ്ഥ പെരുമാറുന്നത് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിലേക്കൊക്കെ സെൽഫി എടുക്കാൻ ഇറങ്ങി കൊച്ചു കുട്ടികളുടെ അടുത്ത് വരെയും കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ്. വേൾഡ് റെക്കോർഡ്, ഐൻസ്റ്റീൻ വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നാളെ ഡോക്ടർ റോബിന് കൊടുക്കുന്നതാണ്. നല്ലൊരു അല്ലെ, ഇതുവരെയും വേറൊരു സെലിബ്രിറ്റിക്കും കിട്ടാത്ത, അതിനു മാത്രം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഡോക്ടറിന് സെൽഫി എടുക്കാൻ മാത്രമേ നേരമുള്ളൂ. Thank you. Congratulations. Nice achievement. Nice. അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്നുകൂടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇതൊരു നല്ല നല്ല കയ്യടി പോരട്ടെ. താങ്ക് യു. നമ്മളുണ്ട് എന്തോ ശേഷമാണ് ആള് ഹുഡിയുടെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടാലോ. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്, ഒരു സെക്കൻഡ്. മനുഷ്യന്മാരിങ്ങനെ വളർത്തണേ, എന്തൊരു നീളം അതൊക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ എന്തോരം കിട്ടോളാ. എത്ര പേര് നിങ്ങള്, എത്ര പേര് അവിടെ ഇവിടെ ഒക്കെ വന്നിട്ടുണ്ടെന്ന്. ഇന്ത്യൻ സെലിബ്രിറ്റി വേൾഡ് റെക്കോർഡ്, ഐൻസ്റ്റീൻ വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നാളെ ഡോക്ടർ റോബിന് കൊടുക്കുന്നതാണ്. ഐൻസ്റ്റീൻ വേൾഡ് റെക്കോർഡ് കമ്പനി ആ ഒരു വലിയൊരു ചടങ്ങ് നാളെ ഇവിടെ ഉണ്ട് 3 മണിക്ക് ശേഷം. അപ്പൊ അതെ, അത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഡോക്ടർ റോബിൻ എവിടെ കാണുന്നില്ല. പിന്നെ ഈ ഒരു സന്തോഷത്തിൽ നമുക്ക് എന്താ പറയാ, സത്യം പറഞ്ഞ ആളുടെ പേഷ്യൻസ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണോ. എന്തുമാത്രം ഒരുപാട് നല്ലൊരു അല്ലെ, ഇതുവരെയും വേറൊരു സെലിബ്രിറ്റിക്കും കിട്ടാത്ത, അതിനു മാത്രം ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഡോക്ടറിന് സെൽഫി എടുക്കാൻ മാത്രമേ നേരമുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരു സെലിബ്രിറ്റി അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്താ പറയാ, ഇത്രയും ഇതൊരു അച്ചീവ്മെന്റ് ആണെങ്കിൽ ഓക്കെ, ഐ എം ഹാപ്പി, ഐ എം റിയൽ ഹാപ്പി. കാരണം അത് സെൽഫി ഏറ്റവും കൂടുതൽ എടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല, പക്ഷേ അവരുടെ സമയം കണ്ടെത്തി എന്റെ അടുത്ത് വന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ കണ്ട ഒരു കാര്യം, ഒത്തിരി സെലിബ്രിറ്റീസ് സെൽഫി എടുക്കുന്ന അവസ്ഥ പെരുമാറുന്നത് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഇടയിലേക്കൊക്കെ സെൽഫി എടുക്കാൻ ഇറങ്ങി കൊച്ചു കുട്ടികളുടെ അടുത്ത് വരെയും കാണിക്കുന്ന ആ ഒരു സ്നേഹമാണ്. അല്ല, അത് ഒന്നാമത്തെ കാര്യം, ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് ഇരിക്കുമ്പോൾ, ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് പോകുമ്പോൾ ഞാൻ ആരുടെ അധികം പറയാതെ പോകുന്നത്. എന്നെ എത്ര പേർക്ക് അറിയാം ഒന്നും അറിയത്തില്ല. പക്ഷേ ബിഗ് ബോസിന് ശേഷം ഇറങ്ങുമ്പോൾ എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരുടെ അനുഗ്രഹമുണ്ട്. സോ അപ്പം
അവരെ കാണാനല്ല ഞാൻ, അവരെന്നെ കാണാനല്ല ആക്ച്വലി വരുന്നത്, ഞാൻ അവരെ കാണാനാണ് പോകുന്നത്. സോ എന്റെ ആഗ്രഹമാണ് അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളത്. സോ അതുകൊണ്ട് ഞാൻ വീഴുന്ന വരെയും ഞാൻ എടുത്തുകൊണ്ടിരിക്കും, അങ്ങനെ തളർന്നാലും ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ആൻഡ് ഐ എം സോ ഹാപ്പി. കാരണം എന്താ പറയാ, അതിനുള്ള അംഗീകാരമാണ് ഡോക്ടറിന് നാളെ ഇപ്പൊ ഈ കിട്ടിയിരിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇനി അങ്ങോട്ട് ഒരുപാട് അംഗീകാരങ്ങളും അച്ചീവ്മെന്റ് എല്ലാം കിട്ടട്ടെ എന്ന് കൂടിയിട്ട് ഒരുപാട് സന്തോഷം. ഇതോടുകൂടി നമ്മള് അതിരപ്പള്ളിയിൽ ഒരു പ്രൊജക്ടിലേക്കും ഡോക്ടറിന് ഒരു വലിയ അംഗീകാരം നാളെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് നാളെ പറയാം. അതെ അതെ അതെ. ഞങ്ങൾ തുടങ്ങുന്ന ഈ ഫാം ഹൗസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരിക്കലും വില്ലാ പ്രൊജക്ട് അല്ല, ഫാം ഹൗസ് ആണ്. അതായത് 20ഓളം സെന്റിൽ വരുന്ന ഒരു ഫാം ഹൗസ്. അതിനകത്ത് നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും ഒരു ഫാം ഹൗസ് ഫീൽ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തില് കൊച്ചിയിൽ ആദ്യമായിട്ടുള്ള പ്രൊജക്ട് ആയിരിക്കും ഇത്, വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പൊ അതിനകത്ത് ഒരു ടിപ്പിക്കൽ ഫാം ഹൗസ് ആണ്. ആ ഫാം ഹൗസിൽ നിങ്ങൾ വയനാടോ അല്ലെങ്കിൽ മൂന്നാറോ ഒക്കെ പോയി നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് എടുക്കുന്ന ഹോട്ടൽ ഞാൻ 10 ഫാം ഹൗസ് ആണ് 20ഓളം സെന്റിൽ നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ജോയിച്ചേട്ടൻ അനുവാദത്തോട് ഞാൻ പറയുന്നു. ഇവിടെ ഉണ്ടോ ജോയിച്ചേട്ടൻ? ജോയിച്ചേട്ടൻ ഇവിടെ ഉണ്ടോ? ഒന്ന് വായോ. പറഞ്ഞോളൂ. ഇതിനകത്ത് ഈ 10 ഫാം ഹൗസിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടി ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിനകത്ത് ഞങ്ങളുടെ ഡയറക്ടേഴ്സിൽ ഒരു 3 കോട്ടേജസ് ഉണ്ട്. അതിനകത്തുള്ള ഒരു കോട്ടേജസ് ആണ് ഇതിനകത്ത് ഫാം ഹൗസിന്റെ ഈ ഒരു പ്രൊജക്റ്റില് ഡോക്ടർ റോബിന് ഞങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് ജോയിച്ചേട്ടൻ പറയുന്നതായിരിക്കും. താങ്ക് യു. അതിമനോഹരമായ ഒരു സ്ഥലത്ത് ഡോക്ടർ റോബിനെ ഇവിടെ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങളെപ്പോഴും ഒരിക്കലും കൈവിടില്ല, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. വലിയൊരു പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിരപ്പള്ളിയിൽ. ഇതൊരു ഡ്രീം പ്രൊജക്റ്റാണ് ഞങ്ങളുടെ. ഇവിടെ കാണുന്ന ഫാം പോലെ എല്ലാവർക്കും ഒരു റിലാക്സ് ആകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് അതിരപ്പള്ളി. ഫോറസ്റ്റ് ഏരിയ ആണ്. പക്ഷെ അവിടെ നമ്മളൊരു 10 ഫാം ഹൗസ്, വില്ല പ്രൊജക്റ്റ് അല്ല, അതിന് സൗകര്യമായ ഒരുപാട് പേരുടെ പ്രാർത്ഥന അനുഗ്രഹം കാണാൻ തന്നെയാണ് ഈ ഒരു എന്താ പറയാ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. സോ താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഞാൻ തിരിച്ചും കൊടുക്കാറുണ്ട്. അതേപോലെ ഞാൻ പറഞ്ഞില്ല, എനിക്കും ലൈഫിൽ ഒരുപാട് ഡ്രീംസും ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് എന്താ പറയാ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അതെല്ലാം ഗ്രാജുവലി ഇനി എന്ത് ചെയ്യും, ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ഇപ്പം നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടും തിരിച്ച് നിങ്ങൾക്ക് തരിക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു 7 മാസം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് എന്നും ഉണ്ടാവും. ഉയരങ്ങളിൽ എത്തിട്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കാൻ. ഞങ്ങളുടെ ഈ ഒരു നമ്മുടെ യാക്കോബ്സ് വില്ലേജിന്റെ നമ്മുടെ ഇനോഗ്രേഷനിൽ ഞങ്ങൾ പങ്കുചേർന്ന് നമ്മുടെ ബ്രാൻഡ് അംബാസിഡറായ റോബിന് ഒരുപാട് താങ്ക്സ് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ആൻഡ് എന്താ പറയുക 2023 വരെയാണ്. അപ്പം ലൈഫിൽ നമ്മളാരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. നമ്മളെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പാസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ആരുണ്ടെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എല്ലാം നമ്മൾ ക്ഷമ ചോദിക്കുക. പിന്നെ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഫോർഗീവ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് നമുക്ക് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നല്ലൊരു വർഷമാകട്ടെ. എല്ലാ ദിവസവും ഹാപ്പി ന്യൂ ഇയർ ആകട്ടെ. ഓക്കെ, 2023 ആൻഡ് എന്റെ സൈഡ് ഹാപ്പി ന്യൂ ഇയർ കൂടെ പറഞ്ഞിട്ട് പോട്ടെ. ഡോക്ടർ ഇപ്പോ ജസ്റ്റ് ഒന്ന് പോയിട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ കൂടെ ഡോക്ടർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ന്യൂ ഇയറിന്റെ കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊരു 12 മണി ആ ടൈമിലേക്ക് ഇപ്പൊ ജസ്റ്റ് ഡോക്ടർ ബ്രേക്ക് എടുക്കാനായിട്ടാണ്. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു. ഹാപ്പി എല്ലാരും ഉണ്ട്. ദുബായ്, അബുദാബി. താങ്ക് യു സോ മച്ച് റോബിൻ. ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. യു സച്ച് എ ജം. താങ്ക് യു സോ മച്ച്. താങ്ക് യു രാജേട്ട ആൻഡ് താങ്ക് യു മിസ്റ്റർ